കണ്ണൂർ വിമാനത്താവളത്തിൽ വച്ച് 60 ലക്ഷം രൂപയുടെ സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് എയർ ഹോസ്റ്റസ് കടത്തിയ സംഭവത്തിൽ DRI വിശദമായ അന്വേഷണം തുടങ്ങി. ഇതുവരെ ശേഖരിച്ച തെളിവ് പ്രകാരം സുരഭി ഖാത്തൂൺ ഇതിനു മുമ്പും പലതവണയായി 20 കിലോ സ്വർണം കടത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിൽ കേരളം കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. മറ്റ് വിമാന ജീവനക്കാർക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. സംഘത്തെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ സുരഭിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് നടക്കുമെന്നും DRI ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1 കിലോ സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ എയർ ഹോസ്റ്റസ് സുരഭി ഖാത്തൂണിന് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിലാണ് DRI അധികൃതർ. പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ കഴിയില്ല എന്നതാണ് ഇതിന് കാരണം. സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. സ്വർണം ഒളിപ്പിച്ചു കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത്. അന്യവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കും. ഇതൊഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനാണ് പ്രത്യേക പരിശീലനം നൽകുന്നത്. മിശ്രിത രൂപത്തിലുള്ള സ്വർണം കടത്തുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൊൽക്കത്ത സ്വദേശി സുരഭി ഇന്റലിജൻസിന്റെ പിടിയിലായത്. 28-ാം തീയതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വച്ച് കൊൽക്കത്ത സ്വദേശിയായ യുവതിയെ സ്വർണവുമായി പിടികൂടിയത്. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂ അംഗമാണ് 26-കാരിയായ സുരഭി. ശരീരത്തിൽ 960 ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ DRI ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ സുരഭിയെ 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടു. നേരത്തെയും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തിന് എയർ ഹോസ്റ്റസുമാർ പിടിയിലായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിൽ എയർ ഹോസ്റ്റസ് പിടിയിലാവുന്നത് ആദ്യത്തെ സംഭവമാണെന്ന് DRI അറിയിച്ചു. കഴിഞ്ഞ വർഷം മാർച്ചിലും സ്വർണം കടത്താൻ ശ്രമിച്ച കേസിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനെ കസ്റ്റംസ് പിടികൂടിയിരുന്നു. വയനാട് സ്വദേശിയായ ഷാഫി എന്ന യുവാവിനെയാണ് 1.45 കിലോ സ്വർണവുമായി കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. ബഹ്റിൻ കോഴിക്കോട് കൊച്ചി വിമാനത്തിലെ ജീവനക്കാരനായിരുന്നു ഷാഫി. എന്തായാലും സുരഭിക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താൻ തന്നെയാണ് DRI ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. സുരഭിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. അതേസമയം ഇപ്പോൾ തന്നെ നിർണായകമായ പല വിവരങ്ങളും കിട്ടിയെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും നിർണായകമായ അറസ്റ്റ് ഉണ്ടാകും. ഇത്തരത്തിൽ യുവതിയെ സ്വർണം കടത്താൻ പരിശീലിപ്പിച്ചത് ആര്, കൊടുത്തുവിട്ടത് ആര്, അത് വാങ്ങാൻ എത്തിയത് ആര് എന്നൊക്കെ ഇനിയുള്ള പരിശോധനകളിൽ ലഭ്യമാകുമെന്നാണ് DRI ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്.